ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ നാവികസേനയോട് രാജ്യത്തെ ജനങ്ങൾ കടപ്പെട്ടിരിക്കുന്നതായി തിരുവനന്തപുരത്ത് നാവികസേനാ ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നാവികസേനയുടെ പോരാട്ട വീര്യത്തിന് രാഷ്ട്രപതി ശംഖുമുഖത്ത് സാക്ഷ്യം വഹിച്ചു. പ്രകൃതിദത്ത കൃഷിരീതികൾ വിള വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശീതകാല സമ്മേളനത്തിന്റെ 3-ാം ദിവസത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സെൻട്രൽ എക്സൈസ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. മൊബൈൽ ഫോൺ നിർമ്മാതാക്കൾ ഫോണുകളിൽ സഞ്ചാർ സാഥി ആപ്പ് മുൻകൂറായി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നിർബന്ധമില്ലെന്ന് കേന്ദ്ര സർക്കാർ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 91.61%. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. റായ്പൂർ ഏകദിനത്തിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 359 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. നാവികസേനാ ദിനാഘോഷങ്ങൾക്ക് വേദിയായി തിരുവനന്തപുരം. ശംഖുമുഖം കടപ്പുറത്ത് അരങ്ങേറിയ അഭ്യാസ പ്രകടനങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു സാക്ഷ്യം വഹിച്ചു. നാവികസേനയോട് രാജ്യത്തെ ജനങ്ങൾ കടപ്പെട്ടിരിക്കുന്നതായി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഷ്ട്രപതി പറഞ്ഞു. പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ള വെല്ലുവിളികളിൽ ഇന്ത്യൻ നാവികസേന വിശ്വാസ്യതയുടെയും ആത്മാർപ്പണത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നതായും ശ്രീമതി മുർമു വ്യക്തമാക്കി. The Navy also exemplifies India's humanitarian aspect. In crises across the Indian Ocean region, it has acted as the first responder, evacuating citizens, providing succor, and delivering humanitarian assistance. I am confident that new initiatives undertaken under the Sagar vision will enhance maritime domain awareness, provide humanitarian aid, and ensure security for the international maritime community. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടങ്ങി നിരവധി പ്രമുഖർ അഭ്യാസ പ്രകടനങ്ങൾ വീക്ഷിക്കാനെത്തിയിരുന്നു. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ആഘോഷ പരിപാടികൾക്ക് ആതിഥേയത്വം വഹിച്ചു. തിരുവനന്തപുരത്ത് ഇതാദ്യമായി നടക്കുന്ന നാവികശക്തി പ്രകടനം കാണുന്നതിനായി വൻ ജനാവലിയാണ് എത്തിച്ചേർന്നത്. Welcome to the Indian Navy's Operational Demonstration 2025. Fasten your seatbelts and direct your attention to the skies. The Dorniers were led by Commander Aravind Nair, who hails from Trivandrum. ശംഖുമുഖത്ത് എത്തിയ രാഷ്ട്രപതിക്ക് MH-60R ഹെലികോപ്റ്റർ നാവിക സല്യൂട്ട് നൽകിയത് ജനങ്ങളിൽ ആവേശം ഉണർത്തി. യുദ്ധക്കപ്പലുകളിൽ നിന്നുള്ള മിസൈൽ വിക്ഷേപണങ്ങൾ രാജ്യത്തിന്റെ നാവികശക്തി വിളിച്ചോതുന്ന വിധത്തിലായിരുന്നു. രാഷ്ട്രത്തിന്റെ അഭിമാനമായ INS വിക്രാന്തിൽ നിന്നും നാവിക വിമാനം പറന്നുയർന്നതോടെ ജനങ്ങളുടെ ആവേശവും വാനോളം ഉയർന്നു. ചേതക് ഹെലികോപ്റ്ററുകളുടെയും അതിവേഗ ബോട്ടുകളുടെയും പ്രകടനം, കപ്പൽ റാഞ്ചൽ പ്രതിരോധം തുടങ്ങിയവയും ഏറെ ശ്രദ്ധേയമായി. പ്രകൃതിദത്ത കൃഷിരീതികൾ വിള വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ജനങ്ങൾ ഇത്തരം കൃഷിരീതികൾ കൂടുതലായി സ്വീകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. സിന്തറ്റിക് രാസവസ്തുക്കൾ ഉപയോഗിക്കാതെ ആധുനിക പരിസ്ഥിതി മൂല്യങ്ങളും പാരമ്പര്യ വിജ്ഞാനവുമാണ് ഇന്ത്യയിൽ പ്രകൃതിദത്ത കൃഷിക്കായി പ്രയോജനപ്പെടുത്തുന്നത്. ലക്ഷക്കണക്കിന് കർഷകർ പ്രകൃതിദത്ത കൃഷിയുമായി ബന്ധപ്പെട്ട ദേശീയ ദൌത്യത്തിന്റെ ഭാഗമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജൈവ കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ചെറുധാന്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിന്റെ നയത്തിൽ പ്രകൃതിദത്ത കൃഷിരീതികൾ വലിയ പങ്ക് വഹിക്കുന്നതായും ശ്രീ മോദി പറഞ്ഞു. ശീതകാല സമ്മേളനത്തിന്റെ 3-ാം ദിവസം പാർലമെന്റിന്റെ ഇരുസഭകളും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. സെൻട്രൽ എക്സൈസ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. 1944 സെൻട്രൽ എക്സൈസ് നിയമം ഭേദഗതി ചെയ്യുന്ന ബിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ എക്സൈസ് തീരുവയും സെസ്സും വർദ്ധിപ്പിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നു. പുകയില ഉപഭോഗം കുറയ്ക്കാൻ ഇത് വഴിയൊരുക്കുമെന്നും പൌരന്മാരുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകിയാണ് ബിൽ കൊണ്ടുവരുന്നതെന്നും
ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. എന്നാൽ വില വർധന ഉപഭോഗം കുറയ്ക്കാൻ സഹായിക്കില്ലെന്നും ആളുകൾ മറ്റ് ബദലുകൾ കണ്ടെത്താനിടയുണ്ടെന്നും കോൺഗ്രസ് MP കാർത്തി പി ചിദംബരം അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ പ്രധാന പ്രശ്നമാണ് പുകയില ആസക്തിയെന്നും നിയമനിർമ്മാണം സംസ്ഥാനങ്ങളുടെ വരുമാനത്തെ ബാധിക്കില്ലെന്നും BJP അംഗം D പുരന്ദേശ്വരി പറഞ്ഞു. സഞ്ചാർ സാഥി ആപ്പ് ഫോൺ വിവരങ്ങൾ ചോർത്താൻ ഇടയാക്കുമെന്ന പ്രതിപക്ഷ ആരോപണം തള്ളി കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ഉപയോക്താക്കൾക്ക് സ്വന്തം താൽപര്യപ്രകാരം ആപ്പ് ഉപയോഗിക്കാനും ഫോണിൽ നിന്നും നീക്കം ചെയ്യാനും സാധിക്കുമെന്ന് മന്ത്രി ലോക്സഭയിൽ പറഞ്ഞു. 1.5 കോടിയോളം പേർ ആപ്പ് ഇതിനകം ഡൌൺലോഡ് ചെയ്തിട്ടുണ്ട്. മോഷണം പോയ 26 ലക്ഷത്തോളം മൊബൈൽ ഫോണുകൾ കണ്ടെത്താനും 7 ലക്ഷം ഫോണുകൾ ഉടമസ്ഥർക്ക് കൈമാറാനും സഞ്ചാർ സാഥിയിലൂടെ സാധിച്ചതായി ശ്രീ ജ്യോതിരാദിത്യ സിന്ധ്യ ലോക്സഭയിൽ വ്യക്തമാക്കി. संचार साथी पोर्टल की हमने शुरुआत की थी 2023 में और संचार साथी ऐप का प्रयोग हमने 2025 में शुरुआत किया. संचार साथी एक ऐसा ऐप है जिसके आधार पर जन भागीदारी के आधार आज देश की एक जनता और नागरिक अपने आप को सुरक्षित रख सकता है फ्रॉड से, स्टोलन मोबाइल से, अपने स्टोलन मोबाइल को रिकॉर्ड कर सकता है, रिपोर्ट कर सकता है. മൊബൈൽ ഫോൺ നിർമ്മാതാക്കൾ ഫോണുകളിൽ സഞ്ചാർ സാഥി ആപ്പ് മുൻകൂറായി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന നിർബന്ധമില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഉപയോക്താക്കൾക്ക് ആപ്പ് മൊബൈൽ ഫോണിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും നീക്കം ചെയ്യാവുന്നതാണ്. പ്രതിദിനം 2000-ലേറെ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സൈബർ ലോകത്ത് ഉപയോക്താക്കളുടെ സുരക്ഷ മാത്രമാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതം. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. 75,644 സ്ഥാനാർത്ഥികളാണ് ഇക്കുറി ജനവിധി തേടുന്നത്. ഈ മാസം 9, 11 തീയതികളിലാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13-ന് നടക്കും. 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഇതിനായി സംസ്ഥാനത്തുടനീളം സജ്ജീകരിച്ചിട്ടുള്ളത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,55,14,591 ഉയർന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇത് മൊത്തം വിതരണം ചെയ്ത ഫോമുകളുടെ 91.61%. തിരികെ ലഭിക്കാത്ത ഫോമുകളുടെ എണ്ണം 16,32,547 ഉയർന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഫോമുകൾ ഇനിയും മടക്കി നൽകിയിട്ടില്ലാത്തവർ എത്രയും വേഗം പൂരിപ്പിച്ച് BLOമാരെ ഏൽപ്പിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഫോമുകൾ സ്വീകരിക്കുന്നതിനും അവ അപ്ലോഡ് ചെയ്യുന്നതിനുമായി സജ്ജമാക്കിയിട്ടുള്ള ക്യാമ്പുകൾ നാളെയും തുടരും. SIR പ്രക്രിയയിൽ വോട്ടവകാശ പ്രകാരമുള്ള ഒരു പൗരനും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടില്ലെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഈ SIR ഭാഗമായിട്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ലോഗോ ഉണ്ട്, നോ വോട്ടർ ടു ബി ലെഫ്റ്റ് ബിഹൈൻഡ്. ആ ടാഗ് ലൈൻ വെച്ചിട്ട് നമ്മുടെ വർക്ക് ഇപ്പോൾ നടക്കുകയാണ്. വി ആർ ഇൻഷുറിംഗ് ദാറ്റ് നോ വോട്ടർ എലിജിബിൾ വോട്ടർ ഇസ് ലെഫ്റ്റ് ബിഹൈൻഡ് ഇൻ ദിസ് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. സന്ദർശനത്തിന്റെ ഭാഗമായി നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. വ്യാപാരം, വാണിജ്യം, ആരോഗ്യം, വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകളുമായി ബന്ധപ്പെട്ട കരാറുകളിലാണ് ഇന്ത്യയും റഷ്യയും ഒപ്പുവയ്ക്കുക. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വർദ്ധിച്ചുവരുന്ന വ്യാപാര സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനം. റായ്പൂർ ഏകദിനത്തിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 359 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 358 റൺ നേടി. വിരാട് കോഹ്ലിയുടെയും ഋതുരാജ് ഗെയ്ക്വാഡിന്റെയും സെഞ്ചുറി മികവിലാണ് ഇന്ത്യയുടെ സ്കോർ 350 കടന്നത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 23 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 142 റൺസ് എന്ന നിലയിലാണ്. ആദ്യ ഏകദിനത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. ICC ഏകദിന റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നിലനിർത്തി ഇന്ത്യൻ ബാറ്റ്സ്മാൻ രോഹിത് ശർമ്മ. ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ മറികടന്ന് മുൻ നായകൻ വിരാട് കോഹ്ലി റാങ്കിങ്ങിൽ 4-ാമതെത്തി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ റാഞ്ചി ഏകദിനത്തിൽ നേടിയ സെഞ്ചുറി മികവാണ് കോഹ്ലിയുടെ റാങ്കിംഗ് ഉയർത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ നാവികസേനയോട് രാജ്യത്തെ ജനങ്ങൾ കടപ്പെട്ടിരിക്കുന്നതായി തിരുവനന്തപുരത്ത് നാവികസേനാ ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നാവികസേനയുടെ പോരാട്ട വീര്യത്തിന് രാഷ്ട്രപതി ശംഖുമുഖത്ത് സാക്ഷ്യം വഹിച്ചു. പ്രകൃതിദത്ത കൃഷിരീതികൾ വിള വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശീതകാല സമ്മേളനത്തിന്റെ 3-ാം ദിവസത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സെൻട്രൽ എക്സൈസ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. മൊബൈൽ ഫോൺ നിർമ്മാതാക്കൾ ഫോണുകളിൽ സഞ്ചാര
ആധാർ സാഥി ആപ്പ് മുൻകൂറായി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന നിർബന്ധമില്ലെന്ന് കേന്ദ്ര സർക്കാർ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 91.61%. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. റായ്പൂർ ഏകദിനത്തിൽ ഇന്ത്യയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 359 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.